പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് കുറച്ച് ആനുകാലിക വിവരങ്ങൾ പഠിച്ചാലോ? ജൂൺ 2026 ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണിത്. നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫേഴ്സ്. ആക്ച്വലി നമുക്ക് ജൂണിലെ കറണ്ട് അഫേഴ്സ് അറിഞ്ഞിരിക്കണം. ജൂൺ 2026 ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിരുന്നു. നമ്മൾ മെഷീൻ LDC എന്ന് പറയുന്ന ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് ഈ കറണ്ട് അഫേഴ്സ് നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിനേഷനും പ്രയോജനം ചെയ്യും. കമ്പനി ബോർഡ് LGSും വെബ്കോ LDCയുടെ ഒക്കെ എക്സാം വരികയാണ്. അതിനെല്ലാം പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കറണ്ട് അഫേഴ്സ് മാത്രമല്ല, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം അല്ലേ? റെഡിയല്ലേ എല്ലാവരും? നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പുതിയ നിയമസഭ നിലവിൽ വന്നപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പൊക്കെ രൂപീകരിച്ചു അല്ലേ? ഐക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളവുമാണ്. അതിന്റെ വകുപ്പ് മന്ത്രി നിങ്ങൾക്കറിയാം, വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പ് രൂപീകരിച്ചപ്പോൾ ആ വകുപ്പിലെ മന്ത്രി. രണ്ടാമത്തെ സംസ്ഥാനം നിങ്ങൾക്കറിയാം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം തമിഴ്നാട്. മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം ജോസഫ് വിജയ് അല്ലേ? ഇത് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മുടെ പുതിയ കരസേനാ മേധാവിയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്താണ്. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്താണ് ഇന്ത്യയുടെ 31ാമത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി 2026 ജൂൺ 30 ചുമതലയേറ്റ വ്യക്തി. ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് 31ാമത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ്. ആര്? ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത്. നമുക്കറിയാം, തൊട്ടു മുമ്പത്തെ 30ാമത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്നു ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ചതിനെ തുടർന്നാണ് ജനറൽ ധീരജ് സേത്ത് കരസേനാ മേധാവിയായിട്ട് ചുമതലയേക്കുന്നത്. 31ാമത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ്. ആരാടി? ധീരജ് സേത്ത്. ഓക്കെ, അപ്പൊ ചുമതലയേറ്റ തീയതി 2026 ജൂൺ 30. മുമ്പത്തെ ഇന്ത്യൻ കരസേനയുടെ മേധാവി ആരായിരുന്നു? നിങ്ങൾക്കറിയാം. തൊട്ടു മുമ്പ് ആരായിരുന്നു? ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ മുൻപത്തെ പദവി, അതായത് ഈ ധീരജ് സേത്തിന്റെ മുൻപത്തെ പദവി വൈസ് ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ആയിരുന്നു. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായിരുന്നു. ആരുടെ കാലത്ത്? ഉപേന്ദ്ര ദ്വിവേദിയുടെ കാലത്ത് ഉപമേധാവിയായിരുന്നു. അപ്പോൾ കരസേനയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഒരു കർമ്മ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കർമ്മ പദ്ധതിയുടെ പേര്, ജനറൽ ധീരജ് സേത്ത് പ്രഖ്യാപിച്ച കർമ്മ പദ്ധതിയുടെ പേര് അതുകൂടി ഇതിനോടൊപ്പം അറിഞ്ഞിരിക്കണം. വിജയ് എന്നാണ് ആ കർമ്മ പദ്ധതി. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം, 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? റൗണ്ട് 16 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് തഹസിൻ മുഹമ്മദ് ജംഷീദ്. ആ പേരറിഞ്ഞിരിക്കണം, തഹസിൻ മുഹമ്മദ് ജംഷീദ് ആണ്. ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് തഹസിൻ മുഹമ്മദ് ജംഷീദ്. ഓക്കെ അല്ലേ? അദ്ദേഹത്തിനെ പ്ലേയിങ് 11 കളിപ്പിച്ചതൊന്നും ഇല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊന്നും ഇറക്കിയൊന്നുമില്ല അല്ലെ? ഖത്തർ പുറത്താകുകയൊക്കെ ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ആണ്. നമുക്കിനി അടുത്തതിലേക്ക് പോയാലോ? മഹാകവി പി ശ്രീധരനുണ്ണി സ്മാരക കവിതാ പുരസ്കാരത്തിന് മഹാകവി പി സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് PP ശ്രീധരനുണ്ണിയാണ്. ആ PP ശ്രീധരനുണ്ണിയുടെ അക്ഷയുടെ പരിണാമം എന്ന കൃതിക്കാണ് മഹാകവി പി സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അക്ഷയുടെ പരിണാമം PP ശ്രീധരനുണ്ണി രചിച്ച കവിതാ സമാഹാരമാണ്. മാതൃഭൂമി ബുക്സ് ആണ് ഈ PP ശ്രീധരനുണ്ണി രചിച്ച കവിതാ സമാഹാരമായ യക്ഷിയുടെ പരിണാമം
പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ വിവിധ തലങ്ങളെയും പൊതുവീക്ഷണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന കവിതകളാണ് പി ശ്രീധരനുണ്ണിയുടെ യക്ഷിയുടെ പരിണാമം എന്ന കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജീവിതത്തിന്റെ അടരുകളാണ് മനുഷ്യ ജീവിതത്തിന്റെ വിവിധ തലങ്ങളെയും പൊതുവീക്ഷണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന കവിതകളാണ്. അതുപോലെ തന്നെ അതിലെ കാലത്തിന്റെ സംഗമം, ഇന്നലകളുടെയും ഇന്നിന്റെയും നാളെയുടെയും ഒരു ത്രിവേണി സംഗമമായിട്ടാണ് യക്ഷിയുടെ പരിണാമം എന്ന പുസ്തകം വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഏതു ഭാഗത്ത് നിന്നും വെച്ചാലും മനുഷ്യ ജീവിതത്തിലും ചിന്തകളിലും ഉണ്ടാകുന്ന പരിണാമം, അതായത് മാറ്റങ്ങൾ വളരെ ലളിതമായും ആഴത്തിലും എന്ത് ചെയ്തിട്ടുണ്ട് പി ശ്രീധരനുണ്ണി യക്ഷിയുടെ പരിണാമം എന്ന കൃതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ അറിഞ്ഞിരിക്കണം ഈ പി ശ്രീധരനുണ്ണിയുടെ മറ്റു പുസ്തകങ്ങൾ ഒരുപക്ഷെ എക്സാമിനൊക്കെ ചോദിക്കാം. ക്ഷണപത്രം, വഴി. ഏതൊക്കെയാണ്? ക്ഷണപത്രവും വഴിയും ആരുടെ മറ്റു പുസ്തകങ്ങളാണ്? പി ശ്രീധരനുണ്ണിയുടെ മറ്റ് പുസ്തകങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ഒരു ജനസമ്പർക്ക പരിപാടിയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പേര് കായകൽപ്പം എന്നാണ്. ഓർത്തിരിക്കണം, കായകൽപ്പം എന്നാണ്. കേരള സർക്കാരിന്റെ ഒരു ജനസമ്പർക്ക പരിപാടിയാണ്. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലെ ആരോഗ്യമന്ത്രിയായ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ 2026 ജൂണിൽ ആരംഭിച്ച പുതിയൊരു ജനസമ്പർക്ക പരിപാടിയാണ് ഏത്? കായകൽപ്പം എന്ന് പറയുന്നത്. ഈ കായകൽപ്പം എന്ന് പറയുന്ന പദ്ധതിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്ന സർക്കാർ ആശുപത്രികൾ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും ജനങ്ങളിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ കായകൽപ്പത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ പ്രവർത്തനം അടിസ്ഥാന സൗകര്യങ്ങൾ, മരുന്നുകളുടെയും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെയും ലഭ്യത, ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് എന്നിവ പരിശോധിക്കുകയും രോഗികൾക്ക് മികച്ച പരിചരണം ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ജനസമ്പർക്ക പരിപാടിയായ കായകൽപ്പത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, മരുന്നുകളുടെയും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ലഭ്യത, ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് എന്നിവ പരിശോധിക്കുകയും രോഗികൾക്ക് മികച്ച പരിചരണം ഉറപ്പാക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിന്റെ തുടക്കം 2026 ജൂൺ 9 കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചത്. സംസ്ഥാനതല ജനസമ്പർക്ക പരിപാടി കായകൽപ്പം ആരംഭിച്ചത് കോഴിക്കോട് നിന്നാണ്. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു അവാർഡ് പദ്ധതി ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ. അത് കായകൽപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി 2015 തുടക്കമിട്ട പദ്ധതിയാണ്. അത് കായകൽപ്പാണ്, മാറിപ്പോകരുത്. അത് സ്വച്ഛ് ഭാരത് അഭിയാന്റെ നേതൃത്വത്തിൽ അല്ലെ അഭിയാന്റെ ഭാഗമായിട്ട് 2015 തുടക്കമിട്ട പദ്ധതിയാണ്. കേരളത്തിൽ ദേശീയ ആരോഗ്യ മിഷന്റെ ആരോഗ്യ ദൗത്യമായിട്ടാണ്, ആരോഗ്യ മിഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. അതിന്റെ ലക്ഷ്യം നിങ്ങൾക്കറിയാം, കായകൽപ്പുണ്ട്. സർക്കാർ ആശുപത്രികളിലെ ശുചിത്വം, അണുബാധ നിയന്ത്രണം, ശാസ്ത്രീയമായ മാലിന്യ സംസ്കാരം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റീസെന്റ് ഒരു ന്യൂസ് കേട്ടിരുന്നു അല്ലെ? ജസ്പൽ റാണ, ഇന്ത്യൻ ഷൂട്ടിംഗ് താരമായ ജസ്പൽ റാണ എന്ത് ചെയ്തു? 2026 ജൂണിൽ അദ്ദേഹം, ജൂൺ 12 അദ്ദേഹം 49ാമത്തെ വയസ്സിൽ അന്തരിച്ചു അല്ലെ? ഇന്ത്യൻ ഷൂട്ടിംഗ് രംഗത്തെ ഇതിഹാസ താരവും പ്രശസ്ത കായിക പരിശീലനവുമായിരുന്നു ആര്? ജസ്പൽ റാണ. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പില് ലോകകപ്പിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ഡൽഹിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനൊന്നുമായില്ല അല്ലെ? അദ്ദേഹം ഏഷ്യൻ ഗെയിംസിൽ സുവർണ നേട്ടം കൈവരിച്ച വ്യക്തിയാണ്. 1994 ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ട് ഇതൊക്കെ ചോദിക്കാം. 1994 ഹിരോഷിമ ഏഷ്യൻ ഗെയിംസിൽ ജസ്പൽ റാണ സ്വർണം നേടിയിരുന്നു. 2006 ദോഹ ഏഷ്യൻ ഗെയിംസിൽ 3 സ്വർണ്ണ മെഡലുകളാണ് അദ്ദേഹം വാരിക്കൊട്ടിയത്. അദ്ദേഹം ലോക റെക്കോർഡിനൊപ്പം എത്തുകയും ചെയ്തു. അതുപോലെ തന്നെ
കോമൺവെൽത്ത് ഗെയിംസിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന ജസ്പൽ റാണയാണ്. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഇന്ത്യൻ അത്ലറ്റുകളിൽ ഒരാളാണ് ജസ്പൽ റാണ. 4 എഡിഷൻ കോമൺവെൽത്തിന്റെ 4 എഡിഷനുകളിൽ നിന്ന് 9 സ്വർണമടക്കം 15 മെഡലുകളാണ് ജസ്പൽ റാണ സ്വന്തമാക്കിയത്. 94, 98, 2002, 2006 വർഷങ്ങളിലെ 4 എഡിഷൻ. അദ്ദേഹം പ്രധാനമായും മത്സരിച്ചിരുന്ന 25 മീറ്റർ സെന്റർ ഫയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് ജസ്പൽ റാണ എന്ത് ചെയ്തത്, ജസ്പൽ റാണ മത്സരിച്ചത്. ഇനി നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ അല്ലെ, ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറിന്റെ മുഖ്യ പരിശീലനായിരുന്നു ജസ്പൽ റാണ. അദ്ദേഹത്തിന്റെ കഠിനമായ പരിശീലനത്തിന് കീഴിലാണ് മനു ഭാക്കർ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ചരിത്രപരമായ 2 വെങ്കല മെഡലൊക്കെ നേടിയെടുത്തത്. അത് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് 1994 ജസ്പൽ റാണയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 97 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. മികച്ച പരിശീലനങ്ങളിനുള്ള അംഗീകാരമായി ദ്രോണാചാര്യ അവാർഡ് 2020 ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉത്തരാഖണ്ഡിലെ ഒരു സൈനിക കുടുംബത്തിൽ ജനിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ഷൂട്ടിംഗ് രംഗത്ത് ഇന്ത്യയുടെ പേരിൽ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച പ്രതിഭയായിരുന്നു ജസ്പൽ റാണ. അദ്ദേഹത്തിന് പ്രണാമം. ഓക്കെ, അടുത്തത് ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ കൗൺസിൽ അംഗമായ ഇന്ത്യ വനിതാ ബാഡ്മിന്റൺ താരം പി വി സിന്ധുവാണ്. പി വി സിന്ധുവിനെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമെന്നില്ല. ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ കൗൺസിൽ അംഗമായ ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരമാണ് പി വി സിന്ധു. അപ്പോൾ ഇന്ത്യൻ ബാഡ്മിന്റൺ രംഗത്തെ ലോകോത്തര താരവും 2 തവണ ഇന്ത്യക്കായി ഒളിമ്പിക്സ് മെഡൽ നേടിയ രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ കായിക പ്രതിഭയുമാണ് പി വി സിന്ധു അല്ലെ. പുസർല വെങ്കട സിന്ധു എന്നാണ് പൂർണ്ണനാമം. ബാഡ്മിന്റണില് ലോക ചാമ്പ്യനാകുന്ന ആദ്യത്തെയും അതുപോലെ തന്നെ ഏക താരവും കൂടിയാണ്, ഇന്ത്യൻ താരവും കൂടിയാണ് പി വി സിന്ധു. 2026 ജൂണിൽ എന്ത് ചെയ്തു, ലോക ബാഡ്മിന്റൺ റാങ്കിങ്ങിൽ മികച്ച 10 താരങ്ങളുടെ പട്ടികയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് പി വി സിന്ധു. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന 2ാമത്തെ ഇന്ത്യൻ അത്ലറ്റും ആദ്യത്തെ ഇന്ത്യൻ വനിതയുമാണ് സിന്ധു. അതറിഞ്ഞിരിക്കണം. നമുക്കറിയാം റിയോ ഒളിമ്പിക്സ് 2016 വനിതാ സിംഗിൾസിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് മാറി റിയോ ഒളിമ്പിക്സിലൂടെ പി വി സിന്ധു മാറി എന്നറിയാം. അതുപോലെ തന്നെ 2020 ടോക്കിയോ ഒളിമ്പിക്സ് നിങ്ങൾക്കറിയാം, ചൈനയുടെ ഹേ ബിങ് ജിയാവോയെ തോൽപ്പിച്ച് വെങ്കല മെഡലൊക്കെ സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പില് 2019 സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ജപ്പാന്റെ നൊസോമി ഒകുഹാരയെ തോൽപ്പിച്ച് സ്വർണം നേടുന്നുണ്ട്. ഇതിനു പുറമെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പില് 2 വെള്ളിയും 2 വെങ്കലവും ഒക്കെ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ 2022 ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ പി വി സിന്ധു വനിതാ സിംഗിൾസിൽ സ്വർണ്ണ മെഡലൊക്കെ കരസ്ഥമാക്കിയിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പി വി സിന്ധുവിനെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ലോക ചാമ്പ്യൻഷിപ്പിന്റെ നായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2026 ഓഗസ്റ്റിലാണ് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്ന വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ 10 അംഗങ്ങൾ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ്? പി വി സിന്ധു ആണ്. അതുപോലെ തന്നെ 2026 ഐച്ചി നഗോയയിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിലും ഇടം പിടിച്ച ബാഡ്മിന്റൺ താരം കൂടിയാണ് പി വി സിന്ധു. അറിഞ്ഞിരിക്കണം, ഈ പി വി സിന്ധുവിന് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2016 ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് നേരത്തെ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നറിയപ്പെട്ടിരുന്നത്. അതുപോലെ 2020 പത്മഭൂഷണും 2015 പത്മശ്രീയും 2013 അർജുന അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു തുരങ്കത്തിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. സൂചില തുരങ്കം ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂട്ടിയ സിംഗിൾ ട്യൂബ് ടണലാണ് സൂചില തുരങ്കം.
ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ സിംഗിൾ ട്യൂബ് ടണലാണ് സോജില തുരങ്കം. നമുക്കറിയാം ജമ്മു കാശ്മീരിനെയും ലഡാക്ക് ഉയർന്ന പ്രദേശമാണ് അല്ലെ. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി ഹിമാലയൻ മലനിരകളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രപ്രധാനമായിട്ടുള്ള തുരങ്കപാതയാണ് സോജില തുരങ്കം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 16,578 അടി ഉയരത്തിലാണിത് നിർമ്മിക്കുന്നത്. ഇത് പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഇരുവശത്തേക്കും ഗതാഗത യോഗ്യമായിട്ടുള്ള തുരങ്കപാതയായിട്ട് ഇത് മാറും. സോജില തുരങ്കപാത മാറും. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന തുരങ്കത്തിന്റെ നീളം എന്ന് പറയുന്നത് 13.15 കിലോമീറ്റർ ആണ്. ശ്രീനഗർ ലേ ദേശീയപാത, അതാണല്ലോ NH1 എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, നാഷണൽ ഹൈവേ 1 ശ്രീനഗർ ലേ ദേശീയപാതയാണ് അല്ലെ. സോജില ആ ദേശീയപാതയിൽ സോജില പാസിന്റെ അടിയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. സോനാമാർഗിനെയും ലഡാക്കിലെ ദ്രാസിനെയുമാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തിടെ വികസിപ്പിച്ചെടുത്ത പുതിയ സങ്കരയിനം റോസാപ്പൂവിന് ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറിയായ ആ സെക്രട്ടറിയുടെ സ്മരണാർത്ഥം നൽകിയ പേരാണ് ത്രിഭുവൻ. അടുത്തിടെ വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം റോസാപ്പൂവാണ്. ആ റോസാപ്പൂവിന് ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറിയുടെ സ്മരണാർത്ഥം നൽകിയ പേരാണ് ത്രിഭുവൻ. ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറി ആയിരുന്നു ആര്? ത്രിഭുവൻ പ്രസാദ് സിംഗ് എന്ന TP സിംഗ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറി ആയിരുന്ന വ്യക്തി. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ചന്ദ്രനില് 2032 3 ഘട്ടമായി സ്ഥിരം താവളം പണിയാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം അമേരിക്കയാണ്. അമേരിക്ക എന്ത് ചെയ്യുന്നുണ്ട്? 2032 കൂടി ചന്ദ്രനില് 3 ഘട്ടമായി സ്ഥിരം താവളമൊക്കെ പണിയാനായിട്ട് തീരുമാനിച്ചു. അടുത്തത് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ബിൽ 2026 പാസാക്കിയ രാജ്യമാണ് തുർക്കി അല്ലെ. തുർക്കിയാണ് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ബിൽ 2026 പാസാക്കിയ രാജ്യമാണ് ഇത് തുർക്കി. ഈ തുർക്കിക്ക് ഒരു വിശേഷണമുണ്ട്, നിങ്ങൾക്കറിയാം. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യമാണ്. സിക്ക് മാൻ ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? തുർക്കിയാണ്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒട്ടോമാൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തുർക്കിയെ എന്ത് വിളിക്കാൻ തുടങ്ങിയത്? യൂറോപ്പിലെ രോഗി എന്ന് വിളിക്കുന്ന റഷ്യൻ ചക്രവർത്തിയായിരുന്ന, നിങ്ങൾക്കറിയാം, സർ നിക്കോളാസ് ഒന്നാമൻ. ഈ റഷ്യൻ ചക്രവർത്തിയായിരുന്ന സർ നിക്കോളാസ് ഒന്നാമനാണ് ഈ തുർക്കിയെ യൂറോപ്പിലെ രോഗി എന്ന് വിശേഷിപ്പിച്ചത് എന്നാണ്. ആ പ്രയോഗം ആദ്യമായിട്ട് നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ. കാരണം സാമ്പത്തിക രാഷ്ട്രീയ തകർച്ചയ്ക്ക് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ ഒന്നായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യം. 1850കളോടെ എന്ത് ചെയ്ത് സാമ്പത്തികമായി തകരുകയും അങ്ങനെ ഭരണപരമായിട്ട് ദുർബലമാവുകയൊക്കെ ചെയ്തു. യൂറോപ്പിലെ അവരുടെ അധീനതയിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളും ഒട്ടോമൻ സാമ്രാജ്യത്തിന് ഒന്നിനു പുറകെ ഒന്നായിട്ട് നഷ്ടപ്പെടുകയാണ്. 1-ാം ലോക മഹായുദ്ധത്തോടെയാണ് ഒട്ടോമൻ സാമ്രാജ്യം പൂർണ്ണമായി തകരുകയും പിന്നീട് മുസ്തഫ കെമാൽ അതാതുർക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുസ്തഫ കെമാൽ അതാതുർക്കിന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ആധുനിക തുർക്കി റിപ്പബ്ലിക് രൂപം കൊള്ളുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? മുസ്തഫ കെമാൽ അതാതുർക്കിന്റെ നേതൃത്വത്തിലാണ്. തുർക്കിയുടെ 12ാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്ന ആരാണ്? റെസെപ് തയ്യിപ്പ് എർദോഗാൻ ആണ്. റെസെപ് തയ്യിപ്പ് എർദോഗാൻ ആണ് തുർക്കിയുടെ 12ാമത്തെ പ്രസിഡന്റ് എന്ന് കഴിഞ്ഞാൽ ഇവിടെ തുർക്കിയിലെ തലവനും ഗവൺമെന്റ് തലവനും ആണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിയാണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ. ഇനി അടുത്തത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയും. നിങ്ങൾക്ക് അറിയാം, ഓസ്ട്രേലിയ 16 വയസ്സിൽ താഴെയുള്ള
കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ എന്ത് ചെയ്തു? വിലക്ക് ഏർപ്പെടുത്തി. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ്. ഈ 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിലെ വനിതാ സിംഗിൾസ് ജേതാവായി മാറിയത് റഷ്യയുടെ മിറ ആൻഡ്രീവയാണ്. എക്സാമിന് സ്പോർട്സ് വിഭാഗത്തിൽ ചോദിക്കും. അപ്പോൾ സ്പോർട്സ് വിഭാഗത്തില് അറിഞ്ഞിരിക്കണം 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ വനിതാ സിംഗിൾസ് ജേതാവായത് ആരാണ്? റഷ്യയുടെ കൗമാര പ്രതിഭയായ മിറ ആൻഡ്രീവയാണ് വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റിൽ പുരുഷ കിരീടം സ്വന്തമാക്കിയത് ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവ് ആണ് പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത്. അപ്പോൾ ഓർത്തിരിക്കണം, ഫ്രാൻസിലെ പാരീസിലുള്ള പ്രശസ്തമായ റോളണ്ട് ഗാരോ സ്റ്റേഡിയത്തിലോ മെയ് 24 മുതൽ ജൂൺ 7 വരെയാണ് കളിമൺ കോർട്ടിലെ ക്ലേ കോർട്ടിലെ ഗ്രാൻഡ് സ്ലാം പോരാട്ടം എന്ന ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് നടന്നത്. അപ്പോൾ പുരുഷ സിംഗിൾസിൽ അലക്സാണ്ടർ സരേവ് ആണ്. അലക്സാണ്ടർ സരേവ് ഫ്ലാബിയോ കൊബോളിയെയാണ് തോൽപ്പിച്ചത്. അതുപോലെ തന്നെ വനിതാ സിംഗിൾസ് മിറ ആൻഡ്രീവയാണ് കരസ്ഥമാക്കിയത്. മായ ഷ്വാലിൻസ്കയാണ് തോൽപ്പിച്ചത്. അതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനകത്ത് 5 സെറ്റ് നീണ്ട കടുത്ത പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളിയെ കീഴടക്കിയാണ് അലക്സാണ്ടർ സൊരേവ് എന്ത് ചെയ്തത്? തന്റെ കരിയറിലെ ആദ്യ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കിയത് 5 സെറ്റ് നീണ്ട കടുത്ത പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളിയെയാണ് കീഴടക്കുന്നത്. അതുപോലെ തന്നെ വനിതാ സിംഗിൾസ് ഫൈനലില് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസില് വനിതാ സിംഗിൾസ് ഫൈനലിൽ പോളണ്ടിന്റെ മായ ഷ്വാലിൻസ്കയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് കൗമാര വിസ്മയമായ റഷ്യയുടെ മിറ ആൻഡ്രീവ ഫ്രഞ്ച് ടെന്നീസ് ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത്. ഓക്കെ അല്ലേ? ഇനി നമ്മള് 2026 ഏഷ്യൻ ഗെയിംസിലേക്ക് പോവുകയാണ്. 20ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് നടക്കുന്നത്. 2026 20ാമത് ഏഷ്യൻ ഗെയിം. അപ്പോൾ അറിഞ്ഞിരിക്കണം, എക്സാമിന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2026 നടക്കുന്ന 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാനിലെ ഐച്ചി നഗോയയാണ്. ജപ്പാനിലെ ഐച്ചി നഗോയിലാണ് നടക്കുന്നത്. ജപ്പാനിലെ ഐച്ചി പ്രിഫെക്ചറിലും അതിന്റെ തലസ്ഥാനമായിട്ടുള്ള നയോഗ നഗരത്തിലുമാണ് 2026 സെപ്റ്റംബർ 10 മുതൽ ഒക്ടോബർ 4 വരെയാണ് 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. നമുക്കറിയാം 1958 ടോക്കിയോയിലും 1994 ഹിരോഷിമയിലും നടന്നതിന് ശേഷം 3ാം തവണയാണ് എന്ത് ചെയ്യുന്നത്? ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന. 1958 ടോക്കിയോയില്, 1994 ഹിരോഷിമയിൽ, 3ാം തവണ 2026 ജപ്പാനിലെ ഐച്ചി നഗോയയിലാണ്. അപ്പോൾ ഇതിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം അറിഞ്ഞിരിക്കണം. ഹൊനെ ഹോണാണ്. ജ്വാല എന്ന അർത്ഥം വരുന്ന ഹൊനെ ഹോണാണ് ഔദ്യോഗിക ചിഹ്നം. ഔദ്യോഗിക മുദ്രാവാക്യം അറിഞ്ഞിരിക്കണം. ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക മുദ്ര ഇമാജിൻ വൺ ഏഷ്യ എന്നാണ്. ഇമാജിൻ വൺ ഏഷ്യ എന്നാണ് 2026 നടക്കുന്ന 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം. അപ്പോൾ ഇതിന്റെ പ്രധാന വേദികൾ, ഉദ്ഘാടന സമാപന ചടങ്ങുകളും അതുപോലെ തന്നെ അത്ലറ്റിക്സ് മത്സരങ്ങളും ഒക്കെ നടക്കുന്നത് നഗോയയിലെ ന്യൂ പലോമ മിസുഹ സ്റ്റേഡിയത്തിലാണ്. ഏകദേശം 45 ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നായി 15,000 കായിക താരങ്ങളാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമൊക്കെ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ 2026 സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ സെപ്റ്റംബർ 19 മുതലാണ് ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ആകെ 41 പ്രധാന കായിക ഇനങ്ങളും 68 ഡിസിപ്ലിനുകളിലായി 461 മത്സരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതില് ഒളിമ്പിക് ഇനങ്ങളുമുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ ഉണ്ടായിരുന്ന 32 കായിക ഇനങ്ങളൊക്കെ ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ
2020 ഫോർമാറ്റിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ ഈ പതിപ്പിലും ഉണ്ടായിരിക്കും, അതുകൂടി അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. രാജ്യത്തെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ്. രാജ്യത്തെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാക്കുന്നത് ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോടാക്സി സംവിധാനം നിലവിൽ വരുന്ന നഗരം മുംബൈയാണ്. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോടാക്സി സംവിധാനം നിലവിൽ വരുന്ന നഗരം. അടുത്തത്, മഹാരാഷ്ട്രയിലെ സാവന്ത് വാടി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകമാന്യ മധു ദന്തവദെ ടെർമിനസ് എന്ന പേരിൽ മധു ദന്തവദയുടെ പേരിലാണ് മഹാരാഷ്ട്രയിലെ സാവന്ത് വാടി റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്തത്. ആരാണ് ഈ മധു ദന്തവദെ? മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കറപുരളാത്ത വ്യക്തിത്വത്തിനുടമയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും ഒക്കെ ആയിരുന്നു ആര്? മധു ദന്തവദെ. ഭൗതിക ശാസ്ത്രജ്ഞൻ, സ്വാതന്ത്ര്യ സമര സേനാനി, കേന്ദ്രമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം രാജ്യത്തിന് വലിയ സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായിരുന്നു ആര്? മധു ദന്തവദെ. 1924 ജനുവരി 21 മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലാണ് ജനിച്ചത്. 2005 നവംബർ 12 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഭൗതിക ശാസ്ത്രത്തിലെ ബിരുദാനന്ദ ബിരുദമൊക്കെ കരസ്ഥമാക്കിയ വ്യക്തിയാണ് മധു ദന്തവദെ. അതുപോലെ തന്നെ മുംബൈ സർവകലാശാലയ്ക്ക് കീഴിലുള്ള സിദ്ധാർത്ഥ് കോളേജിൽ 25 വർഷത്തോളം അദ്ദേഹം ഭൗതികശാസ്ത്ര വിഭാഗം മേധാവിയായിട്ട് ജോലി നോക്കിയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ആണ് ഈ മധു ദന്തവദയെ ഈ ജോലിയിലേക്ക് തന്നെ തിരഞ്ഞെടുത്തത്. 1991 വരെ 1971 മുതൽ 1991 വരെ മഹാരാഷ്ട്രയിലെ രാജാപൂർ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 5 തവണയാണ് മധു ദന്തവദെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അടിയന്തരാവസ്ഥയെ ശക്തമായി എതിർത്ത വ്യക്തി കൂടിയാണ് മധു ദന്തവദെ. അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി എന്നിവർക്കൊപ്പം 18 മാസത്തോളം അദ്ദേഹം ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലൊക്കെ തടവിലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്നു 1977-79 കാലഘട്ടത്തിൽ. അതായത് അന്ന് മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. മൊറാർജി ദേശായി മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രിയായിരുന്നു അദ്ദേഹം. ട്രെയിനുകളിലെ 3rd ക്ലാസ് കമ്പാർട്ട്മെന്റുകൾ നിർത്തലാക്കി 2nd ക്ലാസ് ആക്കി മാറ്റിയതാരായിരുന്നു? മധു ദന്തവദയാണ്. കൊങ്കൺ റെയിൽവേ പദ്ധതിക്ക് തുടക്കമിട്ടതും റെയിൽവേ റിസർവേഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്തതും ആരുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ മധു ദന്തവദയുടെ കാലത്താണ്. അതുപോലെ തന്നെ 1989-1990 കാലഘട്ടത്തിൽ VP സിംഗ് മന്ത്രിസഭയിൽ ധനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് മധു ദന്തവദെ. അതുപോലെ തന്നെ 1996 മുതൽ 98 വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായിരുന്നു ആരോ? ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ കൂടിയായിരുന്നു മധു ദന്തവദെ. അപ്പോഴ് അദ്ദേഹത്തിന്റെ പേരിലാണ് മഹാരാഷ്ട്രയിലെ സാവന്ത് വാടി റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്തത്. മധു ദന്തവദയുടെ പേരിലാണ്. അതിന്റെ പുതിയ ടെർമിനലിന്റെ പേരെന്താണ്? ലോകമാന്യ മധു ദന്തവദെ ടെർമിനസ് എന്നാണ് പേര്. ഓക്കെ, ഇനി നമ്മള് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ചാമ്പ്യൻഷിപ്പിലേക്ക് പോവുകയാണ്. 2026 സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് വിഭാഗം ജേതാക്കളായ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. അപ്പോൾ ആരാണ്? സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യമാണ് 2026 സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് വിഭാഗം ജേതാക്കളായ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടി സഖ്യവും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത്
നമുക്കറിയാം കൊറിയൻ മ്യൂസിക് ബാൻഡായ BTSനെ കുറിച്ച്. ഈ കൊറിയൻ മ്യൂസിക് ബാൻഡായ BTS ആണ് 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത്. കൊറിയൻ മ്യൂസിക് ബാൻഡായ BTS. നിങ്ങളൊക്കെ അവരുടെയൊക്കെ ഫാൻസ് ആയിരിക്കാം. ഓക്കെ, അടുത്ത് അഴിമതി മുക്ത കേരളം ലക്ഷ്യമിട്ട് പൊതുജന പങ്കാളിത്തത്തോടെ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിച്ച കർമ്മ പദ്ധതിയാണ് പ്രൊജക്ട് സീറോയാണ്. കേരളത്തില് അഴിമതി മുക്ത കേരളം ലക്ഷ്യമിട്ട് പൊതുജന പങ്കാളിത്തത്തോടെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിച്ച കർമ്മ പദ്ധതിയാണ് പ്രൊജക്ട് സീറോ. ഇനി അടുത്തത് നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 വർഷത്തെ പഞ്ചായത്ത് മുന്നേറ്റ സൂചികയിൽ കേരളത്തിലെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴ ജില്ലയിലെ ചെറുതന പഞ്ചായത്താണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 2026 ജൂൺ മാസത്തെ ആനുകാലികവുമായി ബന്ധപ്പെട്ട 2ാമത്തെ ക്ലാസ് ആണ്. ഇനി അതിൻ്റെ തൊട്ട് 2-3 ക്ലാസ് കൂടി ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഈ ക്ലാസ്സിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.